ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഏത്തപ്പഴവും സേമിയയും വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു നാടൻ പലഹാരമാണ്. നാടൻ പലഹാരം ആയതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മുടെ ഈ പലഹാരത്തിൻ്റെ മധുരത്തിന് ആവശ്യമായിട്ട് നമുക്ക് കുറച്ച് ശർക്കരപ്പാന തയ്യാറാക്കാം. ഒരു ബൗൾ നിറയെ ഞാൻ ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ശർക്കര നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. ഒരു നൂൽ പരുവൊന്നും ആകേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ശർക്കരയെല്ലാം അലിഞ്ഞ് നല്ല രീതിയിൽ തന്നെ കിട്ടും. അപ്പോൾ ആ ശർക്കരയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ച് മാറ്റി വെക്കാം. അപ്പോൾ ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നപ്പോഴേ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ഏത്തപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴമാണ് എടുത്തേക്കുന്നത്. അത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നെയ്യിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കത് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുമ്പോൾ ആവി കൊണ്ട് നമ്മുടെ ഏത്തപ്പഴമൊക്കെ ഉള്ളൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ അതാ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതാ കണ്ടില്ലേ, ഏത്തപ്പഴമൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ചെറുതായിട്ടിതൊന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ഒന്നും ഉടച്ച് ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ച് നമുക്കിതുപോലെ ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചിരകിയത് ചേർക്കണം. 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് തേങ്ങ ഒന്ന് ചൂടാവുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ഏത്തപ്പഴവുമായിട്ട് തേങ്ങ നല്ലതുപോലെ ചേർന്ന് കിട്ടുന്ന രീതിയിൽ ഒന്ന് ഇളക്കി ചേർത്ത് യോജിപ്പിച്ചെടുക്കണം. തേങ്ങ ഒരുപാടങ്ങ് ചൂടാക്കേണ്ട ആവശ്യമില്ല. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിച്ച് വന്നാൽ മാത്രം മതി. നമ്മുടെ വീട്ടിലെ കറുത്തുപോയ ഏത്തപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഏത്തപ്പഴം കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്സ് ആണിത് കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ചേർത്തിട്ട് ഈ ഒരു രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അതേ പാൻ തന്നെ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പം ഇനി നമുക്ക് അതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് സേമിയാണ് കേട്ടോ. ഇത് വറുത്ത സേമിയാണ്, എങ്കിലും നമുക്ക് നെയ്യിലിട്ടിട്ട് ഒന്നുകൂടി നന്നായിട്ടൊക്കെ ചൂടാക്കി എടുക്കാം. ഇത് വറുത്ത സേമിയ ആയതുകൊണ്ട് തന്നെ ഒന്നുകൂടി നന്നായിട്ടൊക്കെ ചൂടാക്കി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഇതൊന്ന് വെന്ത് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. സേമിയ ഒന്ന് മുങ്ങിക്കിടക്കുന്ന പരുവത്തിലൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. സേമിയ ഒന്ന് വെന്ത് വരാൻ വേണ്ടി മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് 2-3 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം. സേമിയൊക്കെ ഒന്ന് വെന്ത് വരണം. ഇടയ്ക്ക് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ, വെള്ളമൊക്കെ വറ്റി ഇത് അടിക്ക് പിടിക്കുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ അതാ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറക്കുന്നുണ്ട്. സേമിയയുടെ വെള്ളമൊക്കെ വറ്റി സേമിയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ദാ ഈ ഒരു രീതിയിലായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനിയാണ്. ഞാനതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് ഈ ശർക്കരപ്പാനിയിൽ കിടന്ന് ഈ സേമിയ നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരണം. അപ്പം നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്ക പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്തതിന് വേണ്ടി 2 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ചേർത്ത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. സേമിയയും ശർക്കരയും കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഏത്തപ്പഴത്തിൻ്റെ ആ കൂട്ടും കൂടി ഇട്ട് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഏത്തപ്പഴവും ശർക്കരയും സേമിയയും എല്ലാം കൂടി നല്ലതുപോലെ യോജിച്ച് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം കേട്ടോ. നമ്മൾ ഇനിയും നെയ്യൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്ത നെയ്യ് മാത്രം മതി. ഇത് നന്നായിട്ട് വിട്ട് വരുന്ന ആ ഒരു രീതിയിൽ വേണം നമ്മളിത് ഇളക്കി ചേർത്തെടുക്കാനായിട്ട്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു നാടൻ പലഹാരമാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും കേട്ടോ. കൈ വിടാതെ ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഇത് പാനിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ട് ഈ ഒരു സ്റ്റേജിലായിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. നല്ലൊരു മണമാണ് കേട്ടോ ഇതിന്. കാരണം നമ്മൾ ഇതിനകത്ത് ഏലക്കാപ്പൊടിയും അതുപോലെ ശർക്കരയും ഒക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഇളക്കി ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്. നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ കഴിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഇത്രയും വറ്റുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് കഴിക്കാവുന്നതാണ്. ഞാനിത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്തിട്ട് ഞാനത് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിത് ഇളക്കി ചേർത്ത് കൊടുക്കുന്തോറും ഇത് ടൈറ്റായിട്ട് വരും കേട്ടോ. ഇപ്പോൾ ഇതാ ഈ ഒരു രീതിയിലായിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് തടകിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് അമർത്തി കൊടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പം തന്നെ ഇത് കഴിക്കാൻ തോന്നുന്നുണ്ട്. നല്ലൊരു മണമാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോള് വന്നിട്ട് കുറച്ച് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ.
ഇനി വേണ്ട ഇതെല്ലാം ഇട്ട് കൊടുത്ത ശേഷം ഇതിൻ്റെ മുകൾ വശം ഞാൻ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ചൂടൊക്കെ ഒന്ന് മാറാനായിട്ട് വെക്കാം. ചൂടാറിയ ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടും കഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല. ചൂടൊന്ന് ആറിയ ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ചൂടാറാനായിട്ട് വെക്കാം. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതിൻ്റെ ചൂടൊക്കെ മാറി ഇത് നല്ലൊരു രീതിയിലായിട്ടുണ്ട്, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടുവിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂണോ സ്പാച്ചിലയോ വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വിടുവിച്ച് കൊടുത്താൽ മതി. നമ്മൾ ഈ കേക്ക് ടിന്നിലേക്ക് നെയ്യ് പുരട്ടിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് ഇളകി വരും കേട്ടോ. ഇതാ കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ് കേട്ടോ. അപ്പം നമ്മുടെ കുട്ടികൾക്കൊക്കെ 4 മണിക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോഴും അതുപോലെ തന്നെ ഏത് നേരത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണിത്. നാടൻ പലഹാരം ആയതുകൊണ്ട് തന്നെ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് സെറ്റാക്കി എടുക്കാൻ കേക്ക് ടിന്ന് തന്നെ വേണമെന്നില്ല. നമ്മുടെ വീട്ടിലുള്ള ഏത് പാത്രത്തിലായാലും പ്ലേറ്റിലായാലും ഒക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.